ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡർവേ. പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ആളുകൾ കാറ് വാങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ കാറ് വാങ്ങാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ സേഫ്റ്റിക്ക് കൂടെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഗ്ലോബൽ എൻ ഗ്യാപ്പിലും യൂറോ എൻ ഗ്യാപ്പിലൊക്കെ ഈ വണ്ടിക്ക് എന്തോരം സ്റ്റാർ റേറ്റിംഗ് കിട്ടി, ഇതിൻ്റെ സേഫ്റ്റി എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഇപ്പോൾ ആളുകളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. പണ്ട് മുതൽ തന്നെ ഈ ഒരു യൂറോ എൻ ഗ്യാപ്പ് ക്രാഷ് ടെസ്റ്റ് നടത്തിയതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് സേഫ് ആയിട്ടുള്ള കാറുകളൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ അവർ ക്രാഷ് ടെസ്റ്റ് നടത്തിയപ്പം ശരിക്കും വേസ്റ്റ് ആയിട്ട് തകർന്നു പോയ കുറച്ച് കാറുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു വീഡിയോ കാണാൻ നിങ്ങൾ ഇപ്പം കാറിൽ കയറാനും വരെയും ഭയക്കും. അങ്ങനത്തെ ക്രാഷ് ടെസ്റ്റുകളാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. അത് നമുക്ക് കുറച്ച് സേഫ്റ്റി കുറഞ്ഞ ഇന്ത്യൻ കാറുകൾ നോക്കാം. അതായത് വളരെ പോപ്പുലറായ എല്ലാവരും യൂസ് ചെയ്യുന്ന കുറച്ച് ഇന്ത്യൻ കാറുകളുടെ ക്രാഷ് ടെസ്റ്റ് നോക്കാം. നമ്മൾ ഈ കാണുന്നത് 2013 ലാറ്റിൻ എൻ ഗ്യാപ്പ് നടത്തിയ ഓൾട്ടോ കേട്ടണിൻ്റെ ക്രാഷ് ടെസ്റ്റാണ്. നമ്മുടെ ഓൾട്ടോയും ഓൾട്ടോ കേട്ടണൊക്കെ രണ്ട് സെയിം വണ്ടി തന്നെയാണ്. ഇതൊരു എയർ ബാഗ് ഇല്ലാത്ത മോഡലാണ് ആ ഒരു ക്രാഷ് ടെസ്റ്റ് നടത്തിയത്. ഈ ഒരു ക്രാഷ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിനകത്തിരിക്കുന്ന ആൾ സർവൈവ് ചെയ്യാൻ പോകുന്നില്ലെന്ന്. കാരണം എയർ ബാഗ് ഇല്ല, അതുകൊണ്ട് തന്നെ ഡ്രൈവറുടെ ഫേസ് നേരെ എന്ന് ഹിറ്റ് ചെയ്യുന്ന സ്റ്റിയറിംഗ് വീലാണ്. അതേപോലെ തന്നെ ഈ വണ്ടിയുടെ ബോഡിയൊന്നും അത്ര സ്ട്രോങ് ഒന്നുമല്ല. ആ ഒരു ഇടിയുടെ ആഘാതത്തിൽ അതിൻ്റെ റൂഫിൻ്റെ ഭാഗവും ഡോറൊക്കെ പുറത്ത് വരുന്നുണ്ട്, റൂഫിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ മാറുന്നുണ്ട്, വണ്ടി മൊത്തത്തിൽ ഒന്ന് ക്രംബിൾഡ് ആകുന്നുണ്ട്. ആ ഒരു എഞ്ചിൻ്റെ ഭാഗവും ആ ഒരു ഡാഷ്ബോർഡൊക്കെ നേരെ ഡ്രൈവറുടെ സമയത്തൊക്കെ വരുന്നത്. ഡ്രൈവർ ആ ഒരു സീറ്റിനിടയ്ക്കിരുന്ന് ഈ ഒരു എന്താ പറയുക ഡാഷ്ബോർഡിൻ്റെ സീറ്റിനിടയ്ക്ക് ക്രംബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ കാലിലേക്കായിരിക്കും ആ ഒരു എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലപോലെ തന്നെ ഇമ്പാക്റ്റ് ഉണ്ട്. സർവൈവ് ചെയ്യാനുള്ള ചാൻസ് വളരെ അധികം കുറവാണ്. ഗ്ലോബൽ എൻ ഗ്യാപ്പ് ഇതുപോലെ തന്നെ നമ്മുടെ മാരുതി ഈക്കോയുടെയും ക്രാഷ് ടെസ്റ്റ് നടത്തിയായിരുന്നു. അതിൻ്റെയും അവസ്ഥ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. വണ്ടിയുടെ ബോഡി ഷെല്ലൊന്നും അത്ര സ്ട്രോങ് ഒന്നുമല്ല. അതുകൊണ്ട് ഡ്രൈവർ ആ ഒരു സീറ്റിൻ്റെയും ഡാഷ്ബോർഡിൻ്റെയും ഇടയ്ക്ക് നിന്ന് നെരിഞ്ഞ് മരിക്കാൻ സാധ്യത. എയർ ബാഗിലെത്തുകൊണ്ട് തന്നെ ആദ്യം അതിനെ ചെന്ന് ഹിറ്റ് ചെയ്യുന്നത് സ്റ്റിയറിംഗ് വീലിലാണ്. അത്യാവശ്യം നല്ലപോലെ തന്നെ ഇഞ്ചറി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മരിക്കാൻ സാധ്യതയുള്ള ഇത് തന്നെയാണ് നമ്മുടെ ഈക്കോയുടെ ക്രാഷ് ടെസ്റ്റ് നടത്തിയപ്പോഴും കാണാൻ കഴിഞ്ഞത്. അപ്പം ഈ ഒരു വണ്ടിക്ക് ഇങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് വന്ന നമ്മുടെ 800ഉം അതേപോലെ തന്നെ ഓമിനിയുടെയൊക്കെ അവസ്ഥ ശരിക്കും പരിതാപകരമായിരിക്കും. അതൊക്കെ ഇതേപോലെ ഒരു സ്പീഡിൽ ക്രാഷ് ആയാണ് ഉറപ്പായിട്ടും നമ്മൾ മരിച്ചുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഈ ഒരു ക്രാഷ് ടെസ്റ്റ് നടത്തിയിരിക്കുന്നത് 60 കിലോമീറ്റർ 64 കിലോമീറ്റർ ആ ഒരു റേഞ്ചിലാണ് ഗ്ലോബൽ എൻ ഗ്യാപ്പും യൂറോ എൻ ഗ്യാപ്പൊക്കെ ക്രാഷ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഇനി കാണുന്ന വണ്ടികളിൽ മിക്കതും ആ ഒരു സ്പീഡിലാണ് അവർ ക്രാഷ് ചെയ്ത് നോക്കിയേക്കുന്നത്. അടുത്ത നമ്മൾ ഇന്ത്യക്കാരെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തിയ ക്രാഷ് നമ്മുടെ സ്കോർപ്പിയോടെ ആയിരിക്കും. നമ്മൾ വിചാരിച്ചിരുന്നത് സ്കോർപ്പിയോ ഒരു വലിയ വണ്ടിയാണ്, നല്ല ഹെവിയാണ്, ഒരു വലിപ്പമുള്ള SUV ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സേഫ്റ്റി കാണും എന്നാണ്. പക്ഷേ ഗ്ലോബൽ എൻ ഗ്യാപ്പ് ഈ ഒരു വണ്ടി ക്രാഷ് ടെസ്റ്റ് നടത്തിയപ്പം അവർക്ക് മനസ്സിലായി ഇതും സേഫ് അല്ലെന്ന്. വണ്ടിയുടെ ബോഡി ഒട്ടും സ്റ്റേബിൾ അല്ല. അതായത് വണ്ടി ആക്സിഡൻറ്റ് തന്നെ അതിൻ്റെ ബോഡി നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചെറിയ വണ്ടിയുടെ പോലെ ക്രംബിളായി പോകുന്നത്. ആദ്യത്തെ മോഡലുകളിൽ പല സ്കോർപ്പിയോകളിലും പണ്ടത്തെ സ്കോർപ്പിയോകളിലൊന്നും എയർ ബാഗും അതേപോലത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡ്രൈവർ നേരെ എന്ന് ഹിറ്റ് ചെയ്യുന്നത് സ്റ്റിയറിംഗ് വീലിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡോറൊക്കെ നോക്കി അറിയാം, ഡോറൊക്കെ നല്ലപോലെ തന്നെ വെളിയിൽ വന്നിട്ടുണ്ട്. പിന്നെ റൂഫിൻ്റെ ഭാഗവും ക്രംബിളായിട്ടുണ്ട്. ആ ഒരു ഡാഷ്ബോർഡും വണ്ടിയുടെ എഞ്ചിനും എല്ലാം കൂടെ തന്നെ ഡ്രൈവറിൻ്റെ മേത്തൊക്കെ വരുന്നത്. ഡ്രൈവർ നേരത്തെ കണ്ട പോലെ തന്നെ സീറ്റിൻ്റെയും ആ ഒരു ഡാഷ്ബോർഡിൻ്റെ ഇടയ്ക്കിരുന്ന് ചതഞ്ഞ് മരിക്കാനും സാധ്യത. അപ്പോൾ നമ്മുടെ ഒരു സ്കോർപ്പിയോയുടെ അവസ്ഥ ഇതാണെങ്കിൽ ബൊലേറോയുടെയും അതേപോലെ തന്നെ പഴയ സുമോയുടെയും കോളീസിൻ്റെയും അതേപോലെ വണ്ടിയുടെയൊക്കെ അവസ്ഥ ഇതിനേക്കാളും പരിതാപകരമായിരിക്കും. പിന്നെ നമ്മുടെ ടാറ്റ നാനോയും അവർ ക്രാഷ് ടെസ്റ്റ് നടത്തി. ടാറ്റ നാനോ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറാണ്, വളരെ ചീപ്പായ കാറാണ്. അപ്പോൾ സേഫ്റ്റി കുറവായിരിക്കും, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എങ്കിലും ഈ ഒരു ക്രാഷ് ടെസ്റ്റ് കാണാൻ നമുക്ക് ശകലം പേടി വരും. അങ്ങനെയാണ് ഇതിൻ്റെ ക്രാഷ് ടെസ്റ്റ് ചെയ്തപ്പം അതിൻ്റെ റിസൾട്ട് വന്നേക്കുന്നത്. നമ്മൾ ഇന്ത്യക്കാർ ഈ ഒരു സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് കുറച്ച് നാളെ ആയി കാണത്തുള്ളൂ. പക്ഷേ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പണ്ട് മുതൽ തന്നെ ഇതുപോലത്തെ ക്രാഷ് ടെസ്റ്റുകളൊക്കെ നടത്തുമായിരുന്നു. അത് നമ്മൾ നടത്തുന്ന പോലെയല്ല, ശരിക്കും വൈൽഡ് ആയിട്ടുള്ള ക്രാഷ് ടെസ്റ്റുകൾ അവർ നടത്തും. അതായത് ഇപ്പം നമ്മൾ ചെയ്യുന്ന മിക്കതും ഒരു ലാബോറട്ടറി കണ്ടീഷനിലാണ്, നിശ്ചിതമായ സ്പീഡിൽ അങ്ങനെയൊക്കെ നമ്മൾ വണ്ടി ഇടിപ്പിച്ച് നോക്കുന്നത്. പക്ഷേ ഒരു റിയൽ ലൈഫിൽ ഇങ്ങനെ നടന്നാൽ എങ്ങനെ ഉണ്ടെന്ന് ഒരുപാട് ക്രാഷ് ടെസ്റ്റുകൾ നോക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ക്രാഷ് ടെസ്റ്റുകൾ കാണുമ്പോഴാണ് നമ്മുടെ കാറിൻ്റെ സേഫ്റ്റി നമുക്ക് സംശയം വരുന്നത്. നമ്മൾ കാറിൽ കയറാൻ തന്നെ പേടിക്കും ഇതേപോലത്തെ പല ക്രാഷ് ടെസ്റ്റുകളും കാണുകയാണെങ്കിൽ. അതിൽ ഒന്നാമത് ടെസ്റ്റ് നടത്തിയത് നമ്മുടെ അമേരിക്കയിലുള്ള ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈവേ സേഫ്റ്റിയാണ്. നമ്മൾ പലപ്പോഴും ട്രക്കിൻ്റെ പുറകിൽ ഇങ്ങനൊരു കമ്പി കണ്ടിട്ടുണ്ട്, ഒരു ക്രാഷ് ബാർ പോലെ അല്ലെങ്കിൽ ഒരു ബമ്പർ പോലെ വെച്ചേക്കുന്നത്. പലരും വിചാരിച്ചിരിക്കുന്നത് ഇതൊരു ഭംഗിക്ക് കൊണ്ട് വെച്ചേക്കുന്നതാണ്. എന്നാൽ ഇത് ഭംഗിക്കല്ല, ഈ ഒരു ചെറിയ കമ്പിക്ക് ഒരുപാട് ക്രൂഷ്യലായ കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട്. അത് ഈ ഒരു ക്രാഷ് ടെസ്റ്റ് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഡിസൈൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ നോക്കാൻ നേരത്ത് എല്ലാം ഒരുപോലെ തോന്നും, പക്ഷേ ഇതിൻ്റെ ഡിസൈനിലും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ശരിയായ രീതിയിൽ ഡിസൈൻ ചെയ്ത ക്രാഷ് ബാർ അല്ല വച്ചേക്കുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥയും ഏതാണ്ട് ഇത് തന്നെയായിരിക്കും. നമ്മുടെ വണ്ടി എത്ര വില കൂടിയതാണെങ്കിലും എന്തോരം സേഫ്റ്റി ഉള്ളതാണെങ്കിലും ഇതേപോലെ പോയി ഇടിക്കുകയാണെങ്കിൽ നമ്മുടെയും അവസ്ഥ ഏതാണ്ട് ഇത് തന്നെയായിരിക്കും. കാരണം കാറുകളിലൊക്കെ സേഫ്റ്റി ഇരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലാണ്. അതിൻ്റെ ഫ്രണ്ടാണ് ഒരു ഇടി ഉണ്ടാകുമ്പം ആ ഒരു ആഘാതം താങ്ങാൻ വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നത്. പക്ഷേ അതിൻ്റെ പില്ലറൊന്നും അങ്ങനെയല്ല. അപ്പം ഈ ഒരു ചെറിയ ബാറിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൻ്റെ ഡിസൈനിൽ എന്തെങ്കിലും പിഴവ് പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് മരണം സംഭവിക്കാം. ആ ഒരു ഡമ്മിക്ക് പകരം ഒരു മനുഷ്യനായിരുന്നെങ്കിൽ എന്തായിരിക്കും
അവസ്ഥ. നമ്മുടെ തലയും ഇതുപോലെ അറ്റുപോയതിനെ. ശരിക്കും മാരകമായ ഒരു മരണമായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. തലയില്ലാത്തൊരു ശരീരമായി നമ്മൾ മാറാൻ നിമിഷങ്ങൾ മാത്രം മതി. ഈ ക്രാഷ് ടെസ്റ്റിൽ അവർ ഉപയോഗിച്ച വണ്ടിയും നല്ല സേഫ് ആയിട്ടുള്ള വണ്ടിയാണ്. ഷെവിയുടെ മാലിബു എന്ന് പറയുന്ന മോഡലാണ്. ആ വണ്ടി ക്രാഷ് ടെസ്റ്റ് നടത്തി അത്യാവശ്യം സേഫായ വണ്ടി തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ കാണുന്നത്. വണ്ടി അധികം സ്പീഡിലൊന്നും പോയി ഇടിച്ചിട്ടുമില്ല. 56 km/h വണ്ടി അവർ ഇടിപ്പിച്ച് നോക്കിയേക്കുന്നത്. 2017 അവർ ഈ ടെസ്റ്റ് നടത്തിയത്. ഈ ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞ് ഗ്രേറ്റ് ഡേയിൻ്റെ ട്രെയിലറുകളും അവർ അപ്ഡേറ്റ് ചെയ്തു. ഇപ്പം അമേരിക്കയിലുള്ള എല്ലാ ട്രെയിലറുകളിലും ഇതേപോലെ ക്രാഷ് ആയാലും ഒരു കുഴപ്പമില്ലാണ്ട് ആ ഒരു ഇമ്പാക്റ്റൊക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റിയ ക്രാഷ് ബാറാണ് എല്ലാ ട്രക്കുകളുടെയും പുറകിൽ വെച്ചേക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ പല വണ്ടികൾക്കും ഈ ഒരു ക്രാഷ് ബാർ പോലും ഇല്ല. അപ്പം നമ്മുടെയൊക്കെ അവസ്ഥ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അടുത്ത പിക്കപ്പുകളിലും SUV-കളിലൊക്കെ നടത്തിയൊരു ടെസ്റ്റാണ്. ഇത് നടത്തിയത് നമ്മുടെ അമേരിക്കയുള്ള ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈവേ സേഫ്റ്റിയാണ്. അതായത് അവർ കൂടുതലും ടെസ്റ്റ് ചെയ്തത് പഴയ വണ്ടികളാണ്. 2010 മുമ്പുള്ള പല പിക്കപ്പുകളും SUV-കളൊക്കെ അവർ ക്രാഷ് ടെസ്റ്റ് നടത്തി നോക്കി. കാരണം അതൊക്കെ അവിടെ ഒരുപാട് റോഡിൽ ഓടുന്നുണ്ട്. ഇപ്പോൾ ഉള്ള പല വണ്ടികളിലും സേഫ്റ്റി കൂടുതലാണ്. ആൻറ്റി റോൾ ബാർ, സ്റ്റെബിലിറ്റി കൺട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുവിധം സേഫാണ് ഈ വണ്ടികളൊക്കെ. പക്ഷേ ഈ വണ്ടികൾ നമ്മുടെ കാറിനെക്കാളും അപകടം പിടിച്ചതാണ്. കാരണം ഇതിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെയാണ്. അത്യാവശ്യം നല്ലപോലെ തന്നെ ഉയർന്ന സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഒക്കെ നല്ലപോലെ മുകളിൽ നിൽക്കുന്ന വണ്ടികളായതുകൊണ്ട് ഈ വണ്ടികൾ റോൾ ഓവർ ചെയ്യാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. നമ്മളൊരു ക്രാഷ് ചെയ്യണ പോലെയല്ല, റോൾ ഓവർ ആവുകയാണെങ്കിൽ നല്ലപോലെ നമുക്ക് പരിക്ക് പറ്റാൻ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. പിന്നെ ഈ വണ്ടികളൊക്കെ നല്ലപോലെ ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു സാധാരണ ഒരു കാറിൽ പോയി ഇടിക്കാൻ നേരത്ത് ഇതിൻ്റെ ചാസിലായിരിക്കും മിക്ക ആളുകളും ചെന്ന് ഡയറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ലാഡർ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ ചാസിക്ക് നല്ലപോലെ തന്നെ ഉറപ്പായിരിക്കും. അപ്പോൾ ആ ഒരു ഇടിക്കുന്ന കാറുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം. അതിലിരിക്കുന്ന ആളുകളുടെ പരിക്ക് കൂടാം. പിന്നെ ഒരു പിക്കപ്പ് വന്ന് നമ്മുടെ കാറിൻ്റെ സൈഡിൽ ഇടിക്കുകയാണെങ്കിൽ പിക്കപ്പിൻ്റെ ബോണ്ട് ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ കാറിൽ കർട്ടൻ എയർ ബാഗ്സ് ഇല്ലെങ്കിൽ നമ്മുടെ തല പോയി നേരെ ആ ഒരു പിക്കപ്പിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മരണം സംഭവിക്കാം. പിന്നെ പഴയ പല പിക്കപ്പുകളും ഒട്ടും സേഫ് അല്ല. കാരണം അതൊക്കെ ലാഡർ ഫ്രെയിമാണ്. ഇപ്പോൾ ഉള്ള പല പിക്കപ്പുകൾക്കും സേഫ്റ്റി കുറവാണ്. ഈ ഒരു ലാഡർ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ നമ്മുടെ കാറുകളിലെ മോണോക്കോക്ക് പോലെ ഇതിന് ആ ഒരു ഇടിയുടെ ആഘാതം അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. അത് നേരെ ഡയറക്റ്റായിട്ട് നമ്മുടെ ഡ്രൈവറിൻ്റെ ക്യാബിനിലേക്ക് ആ ഒരു ഇമ്പാക്റ്റ് വരും. അപ്പോൾ നമുക്കായിരിക്കും ആ ഒരു ഇമ്പാക്റ്റ് മുഴുവൻ കിട്ടുന്നത്. ആ ഒരു എഞ്ചിൻ്റെ ഭാഗവും ഡാഷ്ബോർഡും എല്ലാം വന്ന് നമ്മുടെ മേത്തിരിക്കും. അങ്ങനെ മരണം വരെ സംഭവിക്കാം. പഴയ F-150 ഒന്നും ഒട്ടും സേഫ് അല്ല. അതേപോലെ തന്നെ ഏറ്റവും പുതിയ 2018 മോഡൽ ടൊയോട്ട ടണ്ട്രയും നിസാൻ്റെ ഫ്രണ്ടിയറിനും സേഫായ കാറുകളല്ല. നമ്മുടെ നിസാൻ്റെ ഹാർഡ് ബോഡി എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്, അതും ഒട്ടും സേഫ് അല്ല. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന ഇസ്യൂസു D-Maxും സേഫ്റ്റി കുറഞ്ഞ ഒരു പിക്കപ്പ് ട്രക്കാണ്. അടുത്തത് പഴയ വണ്ടികളുടെ ക്രാഷ് ടെസ്റ്റാണ്. നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നത് പഴയ വണ്ടികളാണ് ശരിക്കും സേഫ്, പുതിയ വണ്ടികളിൽ പ്ലാസ്റ്റിക്കും ഫൈബർ പാർട്ടൊക്കെ ഉള്ളത്. പക്ഷേ പഴയതാകുമ്പോൾ ഫുള്ള് മെറ്റലാണ്, നല്ല കട്ടിയുള്ള മെറ്റലാണ്, നല്ല സ്ട്രോങ് ബോഡിയാണ്. അതുകൊണ്ട് ആ വണ്ടികളൊക്കെ സേഫ് ആയിരിക്കും എന്നാണ് പലരും ഇപ്പോഴും വിചാരിക്കുന്നത്. എന്നാൽ പഴയ കാറുകളൊക്കെ ശരിക്കും ഡെഡ്ലിയാണ്. വണ്ടിയുടെ ആ ഒരു ഉറപ്പിലോ മെറ്റലിൻ്റെ കട്ടിയിലൊന്നുമില്ല കാര്യം, അതിൻ്റെ എൻജിനീയറിങ്ങിലെ കാര്യം. വണ്ടി ആ ഒരു ക്രാഷ് ആകുമ്പം അത് ആ ഒരു ക്രാഷ് അബ്സോർബ് ചെയ്യണം. ഡ്രൈവറുടെ ക്യാബിനിലേക്ക് ആ ഒരു ഇമ്പാക്റ്റ് പോകാണ്ട് വണ്ടി തന്നെ അത് അബ്സോർബ് ചെയ്യണം. അപ്പോഴാണ് കാറ് സേഫ് ആകുന്നത്. ഒരു പഴയ വണ്ടിയും പുതിയ വണ്ടിയും കൂടെ ഡയറക്റ്റായിട്ട് പോയി ക്രാഷ് ആയാലും എന്ത് പറ്റുമെന്ന് അറിയാനുള്ള ആകാംക്ഷ നമ്മളിൽ പലർക്കും കാണും. അങ്ങനെയും ക്രാഷ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഹൈവേ സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഒരു ക്രാഷ് ടെസ്റ്റ് നടത്തിയത്. അവർ 2009 മോഡലിൽ ഒരു ഷെവി മാലിബുവും അതേപോലെ തന്നെ ഒരു പഴയ 50s മോഡലിൽ ഷെവിയുടെ ബെല്ലെയർ എന്ന് പറഞ്ഞ വണ്ടിയും തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ കാണാം. ആ ഒരു ബെല്ലെയറിൻ്റെ അകത്തുള്ള ഫോട്ടോസ് കാണിക്കുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാകുന്നത്. ആ ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യനാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ ഒരു ഡമ്മിയുടെ ആ ഒരു തലയിൽ വന്നിട്ട് ആ ഒരു സ്റ്റിയറിംഗ് ഇടിക്കുകയാണ്. ആ ഒരു ഇടാകാതെ തന്നെ സ്റ്റിയറിംഗ് പൊട്ടിപ്പോകുന്നതുകൊണ്ട് വണ്ടിയുടെ എഞ്ചിനും ഡാഷ്ബോർഡും എല്ലാം നേരെ ആ ഒരു ഡ്രൈവറുടെ മേത്തേക്കാണ് ഇടിച്ച് കയറുന്നത്. ആ ഒരു വണ്ടിയുടെ ആഘാതം മൊത്തം ചെന്നത് ആ ഒരു ഡ്രൈവറുടെ മേത്തേക്കാണ്. ശരിക്കും ആ ഒരു അവസ്ഥയിൽ ഒരു ജീവനുള്ള മനുഷ്യനായിരുന്നെങ്കിൽ ചിലപ്പോൾ ചിന്നി ചെറിപ്പോയേനെ. അങ്ങനെയാണ് ആ ഒരു ആക്സിഡൻറ്റ് നടന്നേക്കുന്നത്. എന്നാൽ നമ്മൾ ആ ഒരു പുതിയ വണ്ടിയുടെ അകത്ത് നോക്കുകയാണെങ്കിൽ അത് ആ വണ്ടി ആ ഒരു ക്രാഷിൻ്റെ ഇമ്പാക്റ്റ് മുഴുവൻ അബ്സോർബ് ചെയ്തു. ഡ്രൈവറിൻ്റെ ക്യാബിനിലേക്ക് പ്രത്യേകിച്ചൊന്നും പോയിട്ടില്ല. എയർ ബാഗ് ഉള്ളത് കൊണ്ട് തന്നെ പുള്ളി അത്യാവശ്യം സേഫ് ആയിരിക്കും. അതിൻ്റെ അകത്തേക്ക് ഇമ്പാക്റ്റ് ഒന്നും പോകാത്തതുകൊണ്ട് തന്നെ ഡ്രൈവർ ചിലപ്പം ഡോറും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ആ വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് മാരകമായ അവസ്ഥയിലാണ് നമ്മുടെ പഴയ കാറുകളൊക്കെ ഉള്ളത്. അടുത്ത ക്രാഷ് ടെസ്റ്റ് ശരിക്കും ഭയാനകമായ ടെസ്റ്റാണ്. ഇത് നടത്തിയിരിക്കുന്നത് ഡെക്ര എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ കമ്പനിയാണ്. ഇവർ കുറച്ചുകൂടെ റിയൽ ലൈഫ് സിറ്റുവേഷനിലാണ് ക്രാഷ് ടെസ്റ്റ് നടത്തുന്നത്. അതായത് നമ്മുടെ കാറ് എപ്പോഴും പോയി വേറൊരു കാറിലോ അല്ലെങ്കിൽ ഒരു ഭിത്തിയിലോ അങ്ങനെയെങ്കിലും പോയി ഇടിക്കൊന്നുമില്ല. നമ്മുടെ കാർ പോയി ലോറിയിലോ ബസ്സിലോ അതേപോലത്തെ വലിയ വണ്ടികളിലും ഇടിക്കാം. അങ്ങനെ ഇടിക്കുകയാണെങ്കിൽ എന്ത് പറ്റുമെന്നാണ് ഇവർ നോക്കുന്നത്. ഇവരുടെ ഈ ഒരു ആദ്യത്തെ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു ട്രക്ക് 43 km/h സ്പീഡിലാണ് വരുന്നത്. അത്യാവശ്യം ന്യായമായ വളരെ പതിയാണ് ട്രക്ക് വരുന്നതെന്ന് പറയാം. പക്ഷേ അതിൻ്റെ ഫ്രണ്ട് നിൽക്കുന്നത് ഒരു കാറാണ്. ആ കാർ വേറൊരു ട്രക്കിൻ്റെ പുറകിലാണ് നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 43 km/h സ്പീഡിൽ ഈ ട്രക്ക് വന്ന് ഈ കാറിൻ്റെ പിന്നിടിച്ച് എന്ത് സംഭവിക്കുമെന്ന് നോക്കിയത്
സോ ആ ഒരു കാറിന് എന്ത് പറ്റിയെന്ന് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കാറിനൊരു 4 മീറ്റർ കൂടുതൽ നീളം കാണും, പക്ഷേ ആ ഒരു ആക്സിഡൻറ്റിന് ശേഷം അതിനൊരു 2 മീറ്റർ പോലും നീളം കാണത്തില്ല. അത്രയ്ക്കധികം ഇമ്പാക്റ്റാണ് ആ കാർ ഏറ്റുവാങ്ങിയത്. നമ്മൾ വണ്ടിയൊക്കെ പൊളിക്കാൻ കൊടുക്കാൻ നേരത്തെ ഒരു മെഷീൻ വണ്ടിയിൽ ഇങ്ങനെ അടിച്ച് പരത്താറുണ്ട്, അതേപോലെയാണ് ഇപ്പോൾ ആ വണ്ടിയുടെ അവസ്ഥ. അതിനകത്തൊരാളുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇറച്ചിക്കടയിൽ പോയി കഷ്ണം കഷ്ണമാക്കി ഇറച്ചി മേടിക്കാറുണ്ട് കറി വയ്ക്കാൻ, അതേപോലെ ആയിരിക്കും അയാളുടെ അവസ്ഥ. ഇവർ ഇതേപോലെ തന്നെ ഒരു ട്രക്കിന് പിന്നിൽ 2 കാറുകളിട്ടിട്ട് അതിനെ വേറെ ട്രക്ക് കൊണ്ട് നിരൂപിച്ച് ക്രാഷ് ടെസ്റ്റ് നടത്തി നോക്കി. നേരത്തെ ഒരു കാരണം ചതഞ്ഞു പോകണമെങ്കിൽ ഇവിടെ 2 കാറും ചതഞ്ഞു, അത്രയേ ഉള്ളൂ വ്യത്യാസം. കാരണം ഈ ട്രക്കൊക്കെ വരുന്നത് വളരെ പതിയാണെങ്കിലും ഇതിന് നല്ലപോലെ വെയിറ്റ് ഉണ്ട്. മിക്ക ട്രക്കിനും 5 ടണ്ണും 6 ടണ്ണൊക്കെ വെയിറ്റ് ഉണ്ട്. അതിനകത്ത് ലോഡൂടെ കയറ്റി നിർത്താൻ അതിൻ്റെ വെയിറ്റ് പിന്നെയും കൂടും. ഒരു ശരാശരി ട്രക്ക് തന്നെ 15 ടണ്ണും 20 ടണ്ണൊക്കെ വെയിറ്റ് വഹിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും വെയിറ്റ് ഒരു കാറിന് പിന്നിൽ ഇടിക്കാൻ നേരത്തെ അത് പതിയാണെങ്കിലും അത്രയും വലിയ വെയിറ്റ് ഉള്ളതുകൊണ്ട് ആ ഒരു ഇമ്പാക്റ്റ് ഒരു കാറിനും താങ്ങാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ആ വെയിറ്റ് മുഴുവൻ നമ്മൾ കൊടുക്കുന്നത് ഈ കാറിലേക്കാണ്. ഇനി എത്ര സേഫ്റ്റി ഉള്ള എത്ര വില കൂടിയ കാറാണെങ്കിലും ഇത്രയും ഇമ്പാക്റ്റൊക്കെ താങ്ങാൻ കഴിയുമെന്നുള്ളത് സംശയമാണ്. ഒരുപക്ഷെ ആ ഒരു കാറിന് കുറച്ച് മൂവ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് പറഞ്ഞാൽ ഇവിടെ മൂവ് ചെയ്യാനും പറ്റത്തില്ല. അതിൻ്റെ ഫ്രണ്ടിൽ നല്ല വെയിറ്റ് കൂടിയ വേറൊരു ട്രക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ശരിക്കും ഒരു ഭയാനകമായ സിറ്റുവേഷൻ തന്നെയാണ്. നമ്മുടെ റിയൽ ലൈഫിൽ ഇങ്ങനെ ആണെങ്കിൽ നോക്കണ്ട, ഉറപ്പായിട്ടും മരിച്ചിരിക്കും. നമ്മുടെ ഡെക്രയുടെ വൈൽഡ് ടെസ്റ്റുകൾ ഇവിടെ തീരുന്നില്ല. അവരൊരു ലോഡ് കയറ്റിയ ട്രക്ക് വന്ന് വേറൊരു ട്രക്കിൻ്റെ പുറകിലടിച്ചാൽ എന്തുകൊണ്ട് നോക്കിയായിരുന്നു. ട്രക്ക് ഞാൻ പറഞ്ഞു നല്ല ഹെവിയാണ്. അപ്പോൾ ഈ ഒരു ട്രക്ക് നല്ല സ്പീഡിൽ വന്നിട്ട് ലോഡുമായിട്ട് വന്നിട്ട് വേറൊരു ട്രക്കിൻ്റെ പിന്നിലടിക്കുകയാണ്. ആ നിർത്തിയിട്ടിരിക്കുന്ന ട്രക്കിന് നല്ല വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് അത് മൂവ് ചെയ്യാൻ ഇത്തിരി പാടാണ്. ഈ ട്രക്കിനാണെങ്കിൽ നല്ല സ്പീഡും ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ഇടിക്കാൻ നേരത്ത് അതിൻ്റെ നടുക്കായിട്ട് നിൽക്കുന്നത് ആ ഒരു ക്യാബിനാണ്. അതായത് ആ ഒരു ക്രാഷിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കുറച്ചെങ്കിലും അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ഡ്രൈവർ ഇരിക്കുന്ന ക്യാബിനാണ്. അപ്പോൾ ആ ഒരു ഇടിയിൽ തന്നെ ആ ഒരു ക്യാബിൻ ചതഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. കാരണം ഫ്രണ്ടിൽ ട്രക്കും ഉണ്ട്, ബാക്കിലാണെങ്കിൽ ലോഡും ഉണ്ട്. ഇത് രണ്ടും കൂടെ ആ ഒരു ക്യാബിൻ പ്രസ് ചെയ്ത് ഒരുമാതിരി ഷീറ്റ് പുരത്തിലാക്കിയിരിക്കുകയാണ്. അടുത്ത ഒരു ഭയാനകമായൊരു പോൾ ടെസ്റ്റാണ്. നമ്മളെല്ലാവരും യൂറോ എൻഗ്യാപ്പിലും ഗ്ലോബൽ എൻഗ്യാപ്പിലൊക്കെ പോൾ ടെസ്റ്റ് ചെയ്യണ കണ്ടുകൊണ്ട് അത്യാവശ്യം ഭയാനകമായ ടെസ്റ്റ് തന്നെയാണ് ഈ ഒരു പോൾ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് പാസ്സാകാൻ ഇത്തിരി പാടുമാണ്. ഗ്ലോബൽ എൻഗ്യാപ്പിലാണെങ്കിൽ 29 km/h പോൾ ടെസ്റ്റ് ചെയ്യുന്നത്. യൂറോ എൻഗ്യാപ്പിലാണെങ്കിൽ 32 km/h പോൾ ടെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഡെക്ര എന്ന് പറഞ്ഞ ജർമ്മൻ കമ്പനി 100 km/h ഒരു പോൾ ടെസ്റ്റ് നടത്തി. പിന്നെ സംഭവിച്ചത് എന്തോന്നാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. ആ ഒരു കാറ് 2 കഷ്ണമായി പോവുകയാണ് ചെയ്തത്. അതിനകത്ത് അപ്പോൾ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്താണ് അവസ്ഥ എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട, നമ്മളും ഇതുപോലെ ചിന്നി ചെതറി പോയേനെ. അപ്പോൾ ഈ ഒരു പോൾ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയും ഭയാനകമാണ്. നമ്മുടെ വണ്ടിയും ഇതുപോലെ പോസ്റ്റിലൊക്കെ പോയി ഇടിക്കുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു ഇമ്പാക്റ്റ് നമ്മുടെ കാറിനുണ്ടാകുന്നതാണ്. ഇതേപോലെ ഇടിക്കുമ്പം പലപ്പോഴും മരണമാണ് സംഭവിക്കുന്നത്. എത്ര സേഫ്റ്റിയുള്ള കാറാണെങ്കിലും എത്ര ലക്ഷറി കാറാണെങ്കിലും ഇതേപോലെ പോസ്റ്റിലൊക്കെ പോയി ഇടിക്കാൻ നേരത്ത് നമുക്ക് നല്ലപോലെ തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാകും. നല്ലപോലെ തന്നെ പ്രഷറാണ് ആ ഒരു പോസ്റ്റ് നമ്മുടെ വണ്ടിയേക്ക് കിട്ടുന്നത്. ആ ടൈമിൽ അതിനകത്തൊരു ആളുണ്ടാവുമെങ്കിൽ എന്ത് പറ്റുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞെട്ടിക്കാൻ പോകുന്നത് 5th ഗിയർ നടത്തിയ ഈ ഒരു ക്രാഷ് ടെസ്റ്റ് ആയിരിക്കും. പലപ്പോഴും നമ്മുടെ വണ്ടി അപകടം ഉണ്ടാകുന്നത് നമ്മുടെ സ്പീഡാണ് ഒരു വില്ലനാകുന്നത്. അപ്പം നല്ലൊരു സ്പീഡിൽ പോയി ഒരു കാർ അടിച്ചാൽ എന്താകുമെന്നാണ് അവർ നോക്കിയത്. സാധാരണ നമ്മൾ ലാബിൽ ക്രാഷ് ടെസ്റ്റ് ചെയ്യുമ്പം 64 കിലോമീറ്ററിലും 56 km/h ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഒരു കാറിൻ്റെ ടോപ്പ് സ്പീഡിൽ പോയി അത് ക്രാഷ് ആയാൽ എന്ത് സംഭവിക്കുന്ന അവർ നോക്കിയത്. അതിനായിട്ട് അവർ അമേരിക്കയിലൊക്കെ വളരെ പോപ്പുലറായ ഒരു ഫീസ്റ്റ് എടുത്തത്. അത് ഏകദേശം 190 km/h സ്പീഡിലൊക്കെ അത് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു സ്പീഡിൽ പോയി അത് ക്രാഷ് ആയ എന്ത് സംഭവിക്കുന്നതാണ് അവർ നോക്കിയത്. ഈ കാറ് അവിടെ വന്ന് ഇടിച്ചിട്ട് വെറും 28 മില്ലി സെക്കൻഡ് കൊണ്ടാണ് ആ വണ്ടി 190 എന്ന് 0-ലെത്തിയത്. അത്രയ്ക്ക് ഫാസ്റ്റായിട്ടാണ് അത് ഡീആക്സിലറേറ്റ് ചെയ്തത്. ആ സമയത്ത് അതിനകത്തൊരു മനുഷ്യൻ ഉണ്ടായിരുന്നെങ്കിൽ 400 G ഫോഴ്സോളം പുള്ളിക്കാരൻ്റെ മേത്ത് കിട്ടിയേനെ. ഈ കാറിന് ഏകദേശം 4 മീറ്ററോളം നീളമുണ്ട്. എന്നാൽ ആ ഒരു ക്രാഷ് കഴിഞ്ഞപ്പോൾ കാറ് ഏകദേശം 1 മീറ്റർ താഴെ മാത്രമേ നീളമുള്ളൂ. അതുകൊണ്ട് ഒരു ബോൾ പോലെ ആയിരുന്നു. അത്രയ്ക്ക് ഇമ്പാക്റ്റാണ് ആ ക്രാഷ് ഉണ്ടാക്കിയത്. അതിനകത്തുള്ള ഡമ്മി നോക്കിയാണെങ്കിൽ അതൊക്കെ ചിന്നി ചിതറി പല കഷ്ണങ്ങളായി പോയി. അതിനകത്തൊരു മനുഷ്യൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എന്തായിരിക്കും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്ക് ഭയാനകമായ അവസ്ഥയായിരിക്കും. ആ കാറിൻ്റെ ആപ്പാടെ വർക്ക് ചെയ്യുന്നതായിട്ട് റിയറിൽ ആ ഒരു വീല് മാത്രമേ ഉള്ളൂ, അത് മാത്രം കിടന്ന് കറങ്ങുന്നുണ്ട്. ബാക്കി എല്ലാ ഭാഗവും ഉരുണ്ടൊരു ഫുട്ബോളിന് ഷേപ്പിലേക്കാണ് ആ ഒരു കാറ് പോയത്. സോ നമ്മൾ ഫാസ്റ്റായിട്ട് വണ്ടി ഓടിച്ചൊന്ന് ക്രാഷ് ആവുകയാണെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. നമ്മളെല്ലാവരും ഓവർ സ്പീഡിൽ പോകുന്നതാണ്. അപ്പം നമ്മുടെ കണ്ണൊന്ന് തെറ്റിയാണെങ്കിൽ നമ്മുടെ അവസ്ഥയും ഏതാണ്ട് ഇതുപോലെ ആയിരിക്കും. പിന്നെ ബൈക്കിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയുന്നില്ല. ഇവിടെ കാറുകളൊക്കെ ക്രാഷായാൽ മാത്രമേ നമുക്ക് അപകടം പറ്റാറുള്ളൂ. ബൈക്ക് ക്രാഷായൊന്നും വേണ്ട, ചുമ്മാ ഒന്ന് നമ്മൾ മറിഞ്ഞു വിടാൻ മതി, ചിലപ്പോൾ നമുക്ക് മരണം വരെ സംഭവിക്കാം. അത്രയ്ക്ക് അൺസേഫാണ് എല്ലാ ബൈക്കുകളും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.